200 റിയാൽ ഫൈൻ കിട്ടി. ജസ്റ്റ് റോഡൊന്ന് ക്രോസ് ചെയ്തുള്ളൂ. ക്രോസ് വാക്കിലൂടെ തന്നെയാണ് റോഡ് ക്രോസ് ചെയ്തത്. പക്ഷേ ഫൈൻ കിട്ടി ഒരാൾക്കുള്ള ഏകദേശം 15ഓളം പേർക്ക്. സ്ഥലം ഞാൻ പറയാം. ദോഹ ജദീദിൽ ലുലു എക്സ്പ്രസ് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സിഗ്നലുണ്ട്. ആ സിഗ്നലിലൂടെ ക്രോസ് വാക്കിലൂടെ ആളുകൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ എല്ലാവരെയും വിളിച്ച് പോലീസ് വിളിച്ചു. ID മേടിച്ചു. എല്ലാവരുടെയും IDയിൽ 200 റിയാൽ ഫൈൻ എഴുതി കൊടുത്തു. ലുലു എക്സ്പ്രസിലേക്ക് പോകാനും വരാനൊക്കെ. അപ്പോൾ നമ്മളവിടെ അടുത്ത ഓഫീസ് ആയതുകൊണ്ട് നമ്മൾ ലുലു എക്സ്പ്രസിലേക്ക് പോകാനും പിടിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് വാക്കിലൂടെ ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്. ഇപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾ ചെയ്യുന്നൊരു പതിവുണ്ട്. ഇപ്പോൾ സിഗ്നൽ ഓപ്പൺ ആണെങ്കിൽ, ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സിഗ്നൽ ഗ്രീൻ ആണെങ്കിൽ പോലും, അതായത് ക്രോസ് വാക്ക് ചെയ്യാൻ റെഡ് സിഗ്നൽ ആണെങ്കിൽ പോലും ആളുകൾ എന്ത് ചെയ്യും, ആദ്യം ഒരു റോഡ് ക്രോസ് ചെയ്യും വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. എന്നിട്ട് നടുവിൽ ഡിവൈഡറിൽ നിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അടുത്ത റോട്ടിലേക്ക് നോക്കിയിട്ട് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ ആ റോഡും ക്രോസ് ചെയ്യും. അങ്ങനെയാണ് പതിവ്. ഇത് 2 ദിവസം മുമ്പ് പോലീസ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ആളുകളെയും വിളിച്ച് ഏകദേശം 10-15ഓളം പേരുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പെട്ട ഒരാൾക്കും ഇതുപോലെ അന്ന ദിവസം ഫൈൻ കിട്ടി. അപ്പം എല്ലാവരെയും വിളിച്ച് IDയിൽ അവരുടെ ഖത്തർ ID ഒക്കെ മേടിച്ചിട്ട് അവർക്ക് IDയിൽ 200 റിയാൽ വീതം ഫൈൻ എഴുതി കൊടുത്തു. ഇത് ദോഹ ജദീദിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ സൂക്ക് വാക്കിഫിൽ നിന്ന് നമ്മുടെ അൽഫനാർ ഭാഗത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സിഗ്നലിലൂടെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ റോഡിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ ആണെങ്കിൽ പോലും നമ്മൾ നിയമവിരുദ്ധമായിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 200, 300, 500 ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യുക. അതല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഗ്രീൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുക. അതല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് ദോഹ ജദീദിലൂടെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.